ആയ കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ ചിറന്ന് പഠിപ്പിച്ച ആളാ. ഇപ്പൊ അതാ സതീശൻ ചേട്ടനെ 2 തുള്ളി മുള്ളിക്കാൻ പെടുന്ന പാട് കണ്ടോ? സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവിനെ ഭീഷണിപ്പെടുത്താൻ നടത്തിയ ശ്രമമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഫുൾ കോമഡി ആയിപ്പോയി, പൊട്ടിപ്പാളീസായിപ്പോയി. ഞങ്ങളെന്തെങ്കിലും തിരിച്ചു ചെയ്താലോ പറഞ്ഞാലോ സതീശൻ താങ്ങത്തില്ല എന്ന് മാത്രമല്ല, പേടിക്കുമെന്ന് മാത്രമല്ല, മുള്ളിപ്പോകും എന്നാണ് അണ്ണൻ പറയാൻ ഉദ്ദേശിച്ചത്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ഉദ്ദേശിച്ച സാധനം മനസ്സിൽ കിടന്ന് പുറത്തു വന്നത് സതീശൻ പേടിക്കത്തില്ലെന്ന് മാത്രമല്ല, മുള്ളാൻ മുട്ടിയോ മുള്ളുകയും ചെയ്യുന്നു. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. പ്രതിപക്ഷ നേതാവെ നമ്മൾ അതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ഇവിടെ ഈ സർക്കാർ. ആ സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ അങ്ങും അഭിമാനം കൊള്ളണം. വേണ്ടാ, ഇനിയും നിന്റെ ഈ അഭിനയം എന്നോട് വേണ്ട. നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി. അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ട് മടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ചെടുത്തനാണ്. ചുമ്മാ അല്ല ശിവൻകുട്ടി അണ്ണൻ ഇത്രയും കടന്ന് തുള്ളിയത്. ഉള്ളത് പറയുമ്പം തുള്ളുവെന്നാണല്ല ശൈലി. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്. ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. അല്ല, ഈ ഉള്ള സത്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറഞ്ഞതാണോ? അധിക്ഷേപിച്ചു, സംസ്കാരമില്ലാതെ സംസാരിച്ചു, മൈക്കിൽ കൂടെ അപവാദം പറഞ്ഞു എന്നൊക്കെ ശിവൻകുട്ടി അണ്ണൻ ഇരുന്നുകൊണ്ട് കരഞ്ഞത് നിനക്ക് സംതൃപ്തിയായില്ലോ? ഓർമ്മയില്ലേ? മന്ത്രി കസേര കയറി ഇരുന്നപ്പം അതെല്ലാം അങ്ങ് മറന്നു അണ്ണ. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. അണ്ണനെ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. ഒറ്റ ടേക്ക് അടിപൊളിയായിട്ട് ചെയ്തു. കൈവച്ചതെല്ലാം നശിപ്പിക്കാൻ പറ്റി. ഒരിടത്തും ഒരു പതർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. അണ്ണ നല്ല പ്രാക്ടീസും ചെയ്തിട്ടാണ് അണ്ണ വന്നത്. റിഹേഴ്സലും എല്ലാം ഉണ്ടായിരുന്നു അതിന്. ഇവൻ മഹാ തെണ്ടി തന്നെ. പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. ഇതൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. ആ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ അണ്ണ? അണ്ണൻ സ്വയം ഒന്ന് ഇരുത്തി ചിന്തിച്ചേ. എല്ലാരും കൂടെ ഒരു ചട്ടിയിൽ നിന്ന് വാരി തിന്നുമ്പോ അതിന്റെ മൂട്ടിൽ ഒരു ഓട്ട ഇട്ടിട്ട് അടി നൂറ്റാൻ നോക്കരുത്. മകനെ പാപ്പച്ച, എന്തോ ചീത്ത എന്ന് പറയിപ്പിക്കാൻ എളുപ്പാ. നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ, വളർന്നു വരുന്നവനാ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്. ഒന്നുമില്ല, അങ്ങനെ പോവല്ലേ.